പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വാർഷിക പരീക്ഷകളെക്കുറിച്ചാണ്. നമ്മൾ സാധാരണ രാഷ്ട്രീയ വിഷയങ്ങളാണ് പറയാറുള്ളത്. ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷ ഫെബ്രുവരി മാസത്തിലാണ് നമ്മളുള്ളത്. മാർച്ച് മാസത്തിൽ കേരള സംസ്ഥാനത്തും അതുപോലെ വിവിധ ബോർഡുകൾ സംഘടിപ്പിക്കുന്ന CBSE ബോർഡിൻ്റെ എല്ലാം ഹയർ സെക്കൻഡറി പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു. പ്ലസ് ടു തലത്തിൽ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞു. പരീക്ഷകളെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ചും ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ നമ്മളെ പരീക്ഷകൾക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ പരീക്ഷകളെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം. അപ്പം എൻ്റെ ഒരു നീസ് ടീച്ചറാണ്, ഞാൻ തന്നെയും ടീച്ചറാണ്. പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. എൻ്റെ കൂടെ B.Ed പഠിച്ചിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഗോപി സാറിനെ ഞാൻ 2 ദിവസം മുമ്പ് ഷൊർണൂരിൽ വെച്ച് കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നിരവധി ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഒമാനിൽ ജോലി ചെയ്തിരുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും പരിശോധിക്കുമ്പോൾ പരീക്ഷകളെ സംബന്ധിച്ചുണ്ടായിരുന്ന സ്ട്രെസ്സ് ഏറെക്കുറെ ഇല്ലാതായി എന്നാണ് തോന്നുന്നത്. അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവായ ഘടകം. പക്ഷേ ഒന്ന് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതാണ്. അതിലൊന്ന്, ഈ മുമ്പൊക്കെ വായിച്ച് പഠിച്ചിരുന്നത് ഒരു രീതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ കോവിഡിനെ തുടർന്നുണ്ടായ ഒരു പഠിക്കുന്നതിന് നമ്മൾ ആശ്രയിക്കുന്ന രീതി എന്ന് പറയുന്നത് കൂടുതൽ കേൾക്കുക എന്നുള്ളതായി മാറി. ധാരാളം യൂട്യൂബേഴ്സ് തന്നെയും അങ്ങനെ കുട്ടികൾക്ക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നൽകുന്നുണ്ട്. ഞാൻ തന്നെയും എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഷക്കീൽ മങ്കട എന്ന് പറയും. അദ്ദേഹം ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനാണ്. ഞങ്ങളിങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിരുന്നു. അതായത് കുറേ കൂടി വ്യവസ്ഥാപിതമായി യൂട്യൂബിൽ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ സാറും ഞാനും കൂടി ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഗ്രാമർ ടോപ്പിക് ഇംഗ്ലീഷിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്യണം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കരുതണം. പറഞ്ഞു വരുന്നത്, ഒരു പരീക്ഷക്കാലത്ത് പരീക്ഷ അടുത്തു വരുന്ന ഒരു സമയത്ത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഈ സമൂഹവുമായിട്ട് പങ്കുവെക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഈ വായിക്കുക എന്നുള്ള രീതി മാറിയിട്ട് ഈ കേൾക്കുക എന്നുള്ള രീതി സ്വീകരിക്കുമ്പോഴുള്ള അതിൻ്റെ പ്രശ്നം എന്താണ്? അപ്പോൾ അതിനകത്ത് വളരെ വ്യവസ്ഥാപിതമായും സിസ്റ്റമാറ്റിക്കായിട്ടും അല്ല നമ്മൾ ഈ കേൾക്കുക എന്നുള്ള പരിപാടി ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഒരു വിഷ്വൽ